തലമുറകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമുക്കാവില്ല. ചരിത്രത്തിൻ്റെ സാക്ഷ്യം മാത്രമേയുള്ളൂ. കാരണം ആ മതങ്ങളൊക്കെ ആ പ്രവാചകന്മാരുടെ കാലത്ത് നിലനിൽക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാലങ്ങളെ അതിജയിക്കേണ്ട മതത്തിന് പ്രവാചകൻ പോയാലും നിലനിൽക്കുന്ന മുഅ്ജിസത്ത് വേണം. അവിടെയാണ് ഷാറാബി പറയുന്നത് പോലെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തായ ഖുർആൻ അത് പ്രവാചകൻ ഉണ്ടാകുമ്പോൾ മാത്രം മുഅ്ജിസത്തല്ല. നമ്മൾ പറയുന്നത് 1400 കൊല്ലം മുമ്പ് ലോകത്തെ പരിവർത്തനത്തിന് സാധിക്കുന്ന ഒരു ഗ്രന്ഥം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നല്ല. നമ്മൾ പറയുന്നത് ഇന്നും ഈ ലോകത്ത് എന്തെല്ലാം കലുഷിതമായ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ഏക പരിഹാരമായി ഇതാ ഞങ്ങളുടെ കയ്യിലൊരു ഗ്രന്ഥമുണ്ട് എന്നാണ്. ഇതാണ് ഖുർആൻ. ഇത് ഏതു കാലഘട്ടത്തിൻ്റെയും മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് വരുന്ന ഒരു ഹദീസുണ്ട്. ദീർഘമായ ഹദീസാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ഖുർആൻ. അതിനാമുഖമായി പ്രവാചകൻ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഇന്നഹാ സതകൂനു ഫിത്ന. അറിയണം അലി, ഫിത്നകൾ ഉണ്ടാവും, കുഴപ്പങ്ങളുണ്ടാവും. ഇവിടെ ലഹരിയുടെ കുഴപ്പങ്ങൾ പലരും സൂചിപ്പിച്ചു. ഒരു ലഹരി മാത്രമല്ല, 100 പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ അലാ ഇന്നഹാ സതകൂനു ഫിത്ന, ഫിത്നകൾ ഉണ്ടാവും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ഫഖുൽത്ത്, അലി റളിയല്ലാഹു പറയാണ്, ഞാൻ ചോദിച്ചു, മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്. ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാകുമ്പോൾ എന്താണ് പ്രതിവിധി പ്രവാചകരെ? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, മഖ്റജ്, എക്സിറ്റ് എന്താണ്? ഖാല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, കിതാബുല്ലാഹി തബാറക വ തആല. ഏത് കുഴപ്പമുണ്ടായാലും അതിൽ നിന്ന് നിങ്ങൾക്കൊരു എക്സിറ്റ് ഉണ്ട്. നിങ്ങൾ അവിടെ കിടന്ന് റൗണ്ട് ചെയ്യേണ്ടി വരില്ല, വട്ടം കറങ്ങേണ്ടി വരില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി കിതാബുല്ലാഹി തബാറക വ തആല, അല്ലാഹുവിൻ്റെ കിതാബാണ്. ഫീഹി നബഉ മൻ ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ വൃത്താന്തം അതിലുണ്ട്. വഖബറു മാ ബഅദക്കും, വരാനിരിക്കുന്ന തലമുറകളുടെ വൃത്താന്തം അതിലുണ്ട്. വഹുക്മു മാ ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള സകല പ്രശ്നങ്ങളുടെയും പ്രതിവിധിയും പരിഹാരവും അതിലുണ്ട്. ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസ്ൽ, അതാണ് തീരുമാനം, അത് തമാശയല്ല. മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ് വമൻ ഇബ്തഗൽ ഹുദാ ബിഗൈരിഹി അദല്ലഹുല്ലാഹ് തുടങ്ങി ദീർഘമായി പറയുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൽ നിന്നല്ലാതെ സന്മാർഗം തേടിപ്പോയാൽ നേരായ വഴിയിലല്ല, തെറ്റായ വഴിയിലാണ് എത്തുക. ഹുവ ഹബിലുല്ലാഹിൽ മതീൻ, ഈ ഗ്രന്ഥമാണ് അല്ലാഹുവിൻ്റെ ദൃഢമായ പാശം. വനൂറുഹുൽ മുബീൻ, അവൻ്റെ വ്യക്തമായ പ്രകാശം. വദ്ദിക്റുൽ ഹക്കീം വഹുവ സിറാത്തുൽ മുസ്തഖീം വഹുവല്ലദീ ലാ തസീഖു ബിഹിൽ അഹ്വാ വലാ തൽതബിസു ബിഹിൽ അൽസിന വലാ തതശഅബു മഅഹുൽ ആറാ വലാ യശ്ബഉ മിൻഹുൽ ഉലമാ. ഒരുപാട് കാര്യം പറയുന്നുണ്ട്, എല്ലാം പറയാൻ നേരല്ല. വലാ യശ്ബഉ മിൻഹുൽ ഉലമാ, പണ്ഡിതന്മാർ അതിൽ നിന്ന് ഒരിക്കലും അവർക്ക് വയറ് നിറയൂല. എത്ര പഠിച്ചാലും മതിയായി എന്ന് തോന്നൂല. ഈ ഗ്രന്ഥം പഠിക്കുന്നവർക്ക് ഒരിക്കലും അതിൽ നിന്ന് വയറ് നിറയൂല എന്ന് പറഞ്ഞാൽ പിന്നെയും 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 മതിവരാതെ അതിനെ തന്നെ പുലുകിക്കൊണ്ടേയിരിക്കും. ലാ യശ്ബഉ മിൻഹുൽ ഉലമാ, അതല്ലേ ഖുർആന്. എത്ര പഠിച്ചിട്ടും തീരുന്നില്ലല്ലോ. വെറുപ്പിനു വിഭവങ്ങൾ വെറുപ്പോളം വശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾക്കാണെങ്കിൽ കൊതിയാമാർക്കും എന്നും കുമാരനാശാൻ പറയുന്നുണ്ട്. വെറുപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം വശിച്ചാലും, വിശപ്പിന് വെറുപ്പിനല്ല, വിശപ്പിനു വിഭവങ്ങൾ വെറുപ്പോളം വശിച്ചാലും, വിശന്നിട്ട് വിഭവം കിട്ടി അവസാനം മടുക്കുവോളം തിന്നാലും വിശിഷ്ടഭോജ്യം കാണെങ്കിൽ കൊതിയാമാർക്കും. അതിൻ്റെ ശേഷം ഒരു പുട്ടിങ് കണ്ടാലേ എത്ര വയറ് നിറഞ്ഞാലും വിശിഷ്ടഭോജ്യം പിന്നെ കാണാൻ പിന്നെയും കൊതിക്കും. ഖുർആൻ അങ്ങനെയാണ്. എത്ര തന്നെ നമ്മൾ പഠിച്ചാലും പഠിച്ചു തീർന്നു എന്നൊരവസ്ഥ അതിൽ നിന്ന് വരില്ല. വലാ യമല്ലുഹുൽ അത്ഖിയാ വലാ യഖ്ലുഖു അലാ കസറത്തിർ റദ്ദ്. ഖുർആനെ പറ്റി അലി റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. എത്ര തവണ ഓതിയാലും മതി വരില്ല, മടുപ്പ് വരില്ല. എത്ര ആവർത്തിച്ചോതുമ്പോഴും മടുപ്പ് വരാത്തൊരു ഗ്രന്ഥം. വലാ തൻഖദി അജായിബുഹു വലാ തൻഖദി അജായിബുഹു, അതിൻ്റെ അത്ഭുതങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. വിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല.
എത്രയെത്ര പുതിയ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും ഈ ലോകത്ത് നടന്നാലും ഖുർആൻ പുതിയ പുതിയ അറിവുകളുമായി മുന്നിൽ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഓരോ കാലഘട്ടത്തിനും ഓരോ പുതിയ ഒരുപാട് അറിവുകൾ നൽകിക്കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ കേവലം അവകാശവാദങ്ങളല്ലേ എന്നൊക്കെ തോന്നും ഇതിനെപ്പറ്റി അറിയാതെയും പഠിക്കാതെ ഇരിക്കുമ്പോൾ. ഞാൻ പറയുന്നത് ഇവിടെ വളരെ വലിയൊരു സേവനമാണ് KMCC ചെയ്യുന്നത്. കാരണം ഒരു ദഅ്വ വിങ്, വളരെ മതസംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു ഭൂമികയാണ് ജിദ്ദ എന്നത് ഏകദേശം 4 നൂറ്റാണ്ട് ജിദ്ദയുടെ മണ്ണിലുണ്ടായിരുന്ന എനിക്കറിയാം. ഉണ്ടായിരുന്നല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, വലിയ പ്രഭാഷകന്മാരെ കൊണ്ടുവന്ന് പരിപാടികൾ നടത്താനാണ് നിങ്ങൾ ദഅ്വ വിങ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ ഒരു പ്രവൃത്തിയാണ്. ഇത്രയധികം മതസംഘടനകൾ ഉണ്ടാകുമ്പോൾ, ഓരോരുത്തരും വെവ്വേറെ വിവിധ പരിപാടികൾ നടത്തുമ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കണം. അതിനൊക്കെ അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്. വലാ യസാലൂന മുഖ്തലിഫീന ഇല്ലാ മർ റഹിമ റബ്ബുക വലിദാലിക ഖലഖഹും എന്നൊക്കെ സൂറത്ത് ഹൂദിൽ അല്ലാഹ് പറയുന്നുണ്ട്. ഭിന്നതകൾക്കുമുണ്ട് അതിൻ്റെതായ ചില നന്മയുടെ വശങ്ങളൊക്കെ. വലിദാലിക ഖലഖഹും, ഭിന്നിക്കാനൊക്കെ തന്നെയാണ് അല്ലാഹ് നമ്മളെ പഠിച്ചത്. മറ്റൊരർത്ഥത്തിൽ എപ്പോഴും ഏകം ദിശയിൽ മാത്രം സഞ്ചരിക്കണമെന്നില്ല. ഞാൻ പണ്ടെവിടെയോ വായിച്ചിട്ടുണ്ട്, ഉറുമ്പുകൾ ഒരു വസ്തുവിനെ എടുത്ത് കൊണ്ടുപോകുന്നത് വ്യത്യസ്തമായ 6 ദിശയിലേക്കും വലിക്കുമ്പോഴാണ് വസ്തു മുന്നോട്ട് പോകുന്നത്. യാക്കോബ് പെരൽമാൻ്റെ ഒരു ശാസ്ത്ര കൗതുകം എന്ന പുസ്തകത്തിൽ പണ്ടെന്നോ ചെറുപ്പത്ത് വായിച്ചൊരു ഇതാണ്. ഇനി ശാസ്ത്രത്തിൽ അതിൽ മാറ്റം വന്നണോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ കുട്ടിക്കാലത്ത് വായിച്ചെന്ന് പറഞ്ഞത്. ഒരു തടിയോ എന്തൊരു സാധനം ഉറുമ്പിങ്ങനെ കൊണ്ടുപോകുമല്ലോ. എന്നാൽ ഉറുമ്പ് നമ്മൾ വിചാരിക്കും എല്ലാ ഉറുമ്പും കൂടി ഒന്നിച്ച് ഒരേ ഭാഗത്തേക്കല്ല, 6 ദിശകളിലേക്ക് വലിക്കുമ്പോൾ വസ്തു മുന്നോട്ട് പോകും. ഞാനിത് അന്ന് വായിച്ചന്ന് മുതൽ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് നമ്മുടെ ഈ മതസംഘടനകളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി. ഈ ഇസ്ലാം എന്നതിങ്ങനെ മുന്നോട്ട് പോകുന്നത് വ്യത്യസ്തമായ മതസംഘടനകൾ പല ദിശയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇസ്ലാം മുന്നിലേക്ക് അങ്ങനെ പോകും. അതിൻ്റേതായ ഒരു യാന്ത്രികതയും ഒരു ചലനവും ഒരു ശാസ്ത്രീയതയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വിവിധ പ്രസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരട്ടെ. അതിനൊക്കെ അതിൻ്റെ ചില ഗുണഫലങ്ങളുണ്ട്, ദോഷഫലങ്ങളുമുണ്ട്. ദോഷഫലങ്ങളെ ഇല്ലാതെയാക്കി ഗുണഫലങ്ങളെ പോഷിപ്പിക്കുക എന്നതാണ് ബുദ്ധിയുള്ള നമ്മൾ ചെയ്യേണ്ടത്. ഇതിനുമുണ്ടാകും ഗുണവും ദോഷവും ഒക്കെ. വൈസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ. നമ്മളിവിടെ മദ്യത്തെപ്പറ്റി ലഹരിയെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഖുർആൻ മദ്യത്തെപ്പറ്റി പറഞ്ഞെടുത്ത് അവിടെ പോലും പറഞ്ഞു ഗുണങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ദോഷം കൂടിയത് കൊണ്ടാണ് അത് നിരോധിക്കുന്നത് എന്ന്. അപ്പോൾ ദോഷങ്ങൾ കൂടാതെ ഗുണങ്ങൾ വർദ്ധിക്കാനുള്ള പടി അതാണ് KMCC ചെയ്യുന്നത്. വിവിധ മതസംഘടനകളുടെ ഐക്യത്തിലൂടെ സാധിച്ചെടുക്കുന്നത്. ഈ ഒരു പ്രബോധനത്തിന് അതിൻ്റേതായ വലിയ ഫലം ചെയ്യാൻ പറ്റും. ഓരോ മതസംഘടനകളും സ്വന്തമായി ചെയ്യുന്ന പ്രബോധനത്തിന് അതിൻ്റെ വലിയ ഗുണഫലങ്ങളുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു സംവിധാനത്തിന് വ്യത്യസ്തമായ കുറേ ഗുണങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ വലിയ പ്രഭാഷകരെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തണം. ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ജിദ്ദയിൽ നിന്ന് പോയിട്ടില്ല, കേവലം നിയമത്തിൻ്റെ ഭാഷയിലേ പോയിട്ടുള്ളൂ. കാരണം പോകാൻ കഴിയില്ല. അതൊരു ഗൃഹാതുരത്വം പോലെ ഒരു ജിദ്ദാതുരത്വവും ഒരു വിശുദ്ധ ഹറമുകളുടെ ആതുരത്വവും നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. അവിടെ ഒരു പ്രഭാഷകനായിട്ടല്ല, നമുക്ക് കൂടിയിരുന്ന് ചർച്ച ചെയ്യാം. നിങ്ങളിലൊരാളായിട്ട് നമുക്കിനി അടുത്ത പരിപാടി എങ്ങനെ സംഘടിപ്പിക്കണമെന്ന ചർച്ചയിൽ അവിടെ വലിയ പ്രഭാഷകർ വരുമ്പോൾ അവരുടെ ഒരു ശ്രോതാവായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ എനിക്കും താല്പര്യമുണ്ട്. അതാണല്ലെങ്കിലും എൻ്റെ താല്പര്യം. അപ്പോൾ തുടരുന്ന ഒരു പ്രവർത്തനം വേണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു പ്രഭാഷകർ വരുമ്പോൾ അവർക്കൊരു സ്വീകരണവും അവരുടെ ഒരു പ്രഭാഷണവും എന്നതിലപ്പുറം ഈ ഖുർആൻ പഠിക്കാനുള്ള ഒരു കൃത്യമായ പദ്ധതി നിങ്ങൾക്ക് വേണം. അല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ മലയാളം മാപ്പിളപ്പാട്ട് എനിക്ക് അധികം അറിഞ്ഞൂടാ. ഏതെങ്കിലുമൊക്കെ അറിയുന്ന കുട്ടിക്കാലത്ത് കേട്ട ഏതെങ്കിലും പാട്ട് പാടുകയാണെങ്കിൽ ബാക്കി നിങ്ങൾ പാടുമെന്ന് എനിക്കറിയാം. ഇനി അത് സിനിമാ പാട്ടാണെങ്കിലും ചിലപ്പോൾ മാപ്പിളപ്പാട്ടിനേക്കാൾ കൂടുതൽ പൂരിപ്പിക്കാൻ പലർക്കും അറിയുക അതായിരിക്കും. എത്രയെല്ലാം പാട്ട്. ഞാനിപ്പോൾ ഈ കുമാരനാശാൻ്റെ 2 കവിത ഇപ്പം തന്നെ ചൊല്ലി.
എനിക്കങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവുമല്ലോ. മലയാള കവിതയിൽ ഒരു കാലത്ത് വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഉള്ളൂരോ വെള്ളത്തോളോ കുമാരനാശാനോ ചെങ്ങമ്പുഴയോ കടമനിട്ടിയോ ഒക്കെ നിങ്ങൾ പല കവിതകളും ചൊല്ലിയാൽ ചിലപ്പോൾ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയെന്ന് വരും. നമ്മളിതൊക്കെ പറയുന്നു, പാടുന്നു. പക്ഷെ ഇതൊക്കെ എത്ര കാലം നിലനിൽക്കും? അവർ ജീവിച്ചതോ അതിൻ്റെ അടുത്ത കാലത്തോ കുറച്ച് കാലം ആ വിഷയം പ്രസക്തമാവുമ്പോൾ മാത്രം നിലനിൽക്കുന്ന പലതും നമ്മൾ കാണാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുവെങ്കിൽ ഒരിക്കലും മാറാതെ 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഒരക്ഷരം കൂടാതെ കുറയാതെ നിലനിൽക്കുന്ന വചനങ്ങൾ കുറച്ചെങ്കിലും എന്തുകൊണ്ട് നമുക്ക് പഠിച്ചുകൂടാ? ആ വചനം നമ്മുടെ റബ്ബിൻ്റെ കലാമാണ്. ഞാൻ പറഞ്ഞു, ഷഹറാബി പറയുന്ന വിഷയം ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഷഹറാബി പറയുന്നത് മറ്റു മുഅ്ജിസത്തുകൾ അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. മൂസാ നബിയുടെ വടി അള്ളാഹിൻ്റെ പ്രവൃത്തിയാണ്. പ്രവൃത്തി ഫായിൽ പ്രവർത്തിക്കുന്നവൻ ഉദ്ദേശിക്കുമ്പോഴേ നടക്കൂ. ആ പ്രവൃത്തി ഫായിൽ ഉപേക്ഷിച്ചാൽ പ്രവൃത്തി ഇല്ലാതാവും. ഖുർആൻ എന്ന മുഅ്ജിസത്ത് അള്ളാഹിൻ്റെ സിഫത്താണ്. സിഫത്ത് ഒരിക്കലും ഇല്ലാതെയാവൂല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മൂസാ അലൈഹി സ്വലാമിൻ്റെ വടിയുടെ അത്ഭുതം അല്ലാഹു തആല ആ വടി കൊണ്ട് ആ അത്ഭുതം എപ്പോഴേ ഉദ്ദേശിക്കുന്നു അപ്പോഴേ നടക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്, ടോപ്പ് കാപ്പി മ്യൂസിയത്തിലെ വടി മൂസാ നബിയുടേതാണെന്ന് വന്നാൽ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഇന്ന് മൂസാ നബിയുടെ വടി ഉണ്ടെന്ന് വന്നാൽ ആ വടി എടുത്തിട്ട് നമുക്കൊരു അത്ഭുതവും കാണിക്കാൻ പറ്റില്ല. അത് മൂസാ അലൈഹി സ്വലാമിൻ്റെ കൈകൊണ്ട് തന്നെ അടിക്കണം. മൂസാ അലൈഹി സ്വലാം അടിക്കുമ്പോൾ അള്ളാഹു ആ സമയത്ത് അത് ഉദ്ദേശിച്ചെങ്കിൽ മാത്രം നടക്കുന്ന സംഗതിയാണ്. പക്ഷെ ഈ മുഅ്ജിസത്ത് അങ്ങനെയല്ല. ഇത് ഫിഇലല്ല, ഇത് സിഫത്താണ്. അള്ളാഹിൻ്റെ സിഫത്ത് അള്ളാഹ് ഉള്ളപ്പോഴൊക്കെ ഉണ്ടാവും. സിഫത്ത് ദാത്തിൽ നിന്ന് വേർപെട്ട് ഇല്ലാതെയായി പോകുന്ന ഒരു സമയമുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു ഉള്ള എല്ലാ അസലിയായി കാലങ്ങൾക്കതീതമായ അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. ഈ മഹത്തായ ഗ്രന്ഥത്തിന് കണക്കായ അക്ഷരങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ, കണക്കായ ആയത്തേയുള്ളൂ. ഒരിക്കൽ പഠിച്ചാൽ മതി. ഖുൽ ഹുവല്ലാഹു അഹദ് നമ്മൾ പഠിച്ചിട്ട് പിന്നെ മാറ്റേണ്ടി വന്നിട്ടില്ല. പുതിയ പതിപ്പിൽ ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വരാറില്ലത്. സൂറത്തു യാസീൻ നമുക്കറിയുമെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ ഇല്ല. നമ്മൾ കൊച്ചുനാളിൽ മദ്രസയിൽ പഠിച്ചത്, നമ്മൾ ഫാത്തിഹ എന്ന് മുതൽ ഓതി തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെ ഒരു അപ്ഡേഷനും അതിന് വരുന്നില്ല. ഒരിക്കൽ പഠിച്ചു വച്ചാൽ മതിയാവുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ ഏതാനും വചനങ്ങളെങ്കിലും ഹൃദിസ്ഥമാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഖുർആൻ്റെ ആൾക്കാരാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?